മീൻ കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ടാണ്. അപ്പം മക്കളെ ട്യൂഷനൊക്കെ ഉണ്ടാക്കാൻ പോയപ്പം ചാള കിട്ടിയിട്ടാണ്. അത് കൊണ്ടുപോയി ഇവിടെ വന്നപ്പോൾ തന്നെ 7 മണി 7 ആയിട്ടാണ്. അപ്പോൾ ആ നേരത്ത് മീൻ നന്നാക്കിയിട്ട് കറി വെച്ച് വരുമ്പോൾ എന്തായാലും 10 മണിയാവട്ടെ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് കുറച്ച് മീൻ എടുത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കുടംപുളിയൊക്കെ ചേർത്ത് നമുക്ക് തിളപ്പിച്ച് വയ്ക്കാം, പിറ്റേ ദിവസം കറി വയ്ക്കാമല്ലോ. അപ്പം അതിന് കുറച്ചെടുത്ത് വറക്കാനും വെച്ചിട്ടാണ്. അപ്പോൾ തിളപ്പിച്ചുകൊണ്ടിരിക്കണ മീൻ കറി കുറച്ച് വറക്കാൻ മസാല പരട്ടി വെച്ചു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പലിഞ്ഞി മുട്ട എന്ന് പറയില്ല, അപ്പോൾ അത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ചേർത്ത് മസാല പറ്റിച്ചാൽ മോൾക്ക് ഇഷ്ടമാണ് പൊരിച്ചത് കേട്ടോ. അപ്പോൾ അത് മീനിൽ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റായിപ്പോൾ ഞാൻ വറുക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഈ മീൻ ചാള മോള് കഴിക്കില്ല കേട്ടോ. അവൾക്ക് വറുത്താലും കറി വെച്ചാലും തീരെ ഇഷ്ടമില്ല. മുള്ളാന്നുകൊണ്ട് കഴിക്കുകയില്ല കേട്ടോ. അവൾക്ക് അയിലാണ് ഇഷ്ടം. മോന് മീൻ എന്ന് പറഞ്ഞ സാധനങ്ങൾ മീനിൻ്റെ വകത്തിലുള്ള സാധനവും കഴിക്കില്ല. അവൻ എന്താ പറയുക, പപ്പടം ആണ് അവന് വേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് മീൻ കറി വെച്ചാൽ പിറ്റേ ദിവസം കഴിക്കാമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ കറിയൊന്നുമില്ല. കറിക്ക് പരിപ്പാണ് വയ്ക്കണത്. പരിപ്പുണ്ടായി പിന്നെ ആർക്കും വേറെ കറിയൊന്നും വേണ്ട, എല്ലാവർക്കും പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ആ പരിപ്പ് കറി വെച്ചു. മീൻ വറുത്തതുണ്ട്, പിന്നെ പരിഞ്ഞിയും മുട്ട മീനിൻ്റെ രാവിലെ വെച്ച കടലക്കറി കുറച്ചുള്ളൂ, അത് തികയാത്തതുകൊണ്ടാണ് പരിപ്പ് കറി വെച്ചത് കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ അത് ചോറൊക്കെ വിളമ്പി ഒക്കെ വെച്ച് മക്കൾ ടി വി കാണുന്നു. അപ്പോൾ ടി വി കാണാൻ വിളിച്ച് അവരൊക്കെ വന്ന് മുണിക്കായി നിന്ന്. അപ്പോൾ മോള് പരിഞ്ഞിട്ടുണ്ടല്ലോ മുട്ട, അത് അച്ഛനെയും അമ്മയ്ക്കെന്ന് പറഞ്ഞ് പങ്കുവയ്ക്കണം അവൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഊണ് കഴിക്കാനൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.